ഗായ്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇത് എല്ലാവരും അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. 1-2-3 ദിവസമായി ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട്. ഏതായാലും പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മലയാള സിനിമയിൽ മാത്രമേ നടക്കൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് മറ്റ് ഇൻഡസ്ട്രിയിലൊന്നും ഇത്തരം കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കാനും അല്ലെങ്കിൽ അതിന്റെ ഭയങ്കര സ്ട്രാറ്റജി പൂർവ്വം മുമ്പോട്ട് നീങ്ങാനൊക്കെ അവർക്ക് നല്ലോണം അറിയാം. ബിക്കോസ് അവർക്കറിയാം ഇത് ഹിഡൻ ആക്കി വെക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മൾ പുറത്തു വിടേണ്ട കാര്യങ്ങളാണ്. പക്ഷെ മലയാള സിനിമയിൽ അങ്ങനെയല്ല. ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടായാലും ഏറ്റവും വലിയ പടമാണെന്ന് പറഞ്ഞാലും ലീക്ക് ആവേണ്ടതൊക്കെ ലീക്കാവും. ഇനി അണിയറ പ്രവർത്തകർ അറിയുന്നതിന് മുമ്പ് തന്നെ മീഡിയ അറിയും, നാട്ടുകാരെ അറിയും, വീട്ടുകാരെ അറിയും, പഞ്ചായത്തിൽ എല്ലാവരും അറിയും. സോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മലയാള സിനിമയ്ക്കുള്ളത്. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്ന, അവരുടെ കൂടെ ഫഹദ് ഫാസിൽ, അതേപോലെ കുഞ്ചാക്ക ബോബൻ, നയൻതാര, ഗ്രേസ് ആന്റണി, അങ്ങനെ കുറെ വൻ താരനിരകളുള്ള മഹേഷ് നാരായണൻ ചിത്രം, അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ വെച്ച് പുരോഗമിക്കുന്നു, കേരളത്തിൽ നടക്കുന്നു, ബാക്കി ന്യൂഡൽഹിയിൽ, വിദേശത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പല സ്റ്റില്ലുകളും പോസ്റ്ററുകളും എല്ലാം നമ്മൾ കണ്ടു, ലൊക്കേഷൻ സ്റ്റില്ല് വരെ നമ്മൾ കണ്ടു. സോ അതിന്റെ പേര് മാത്രം അത് ഇതുവരെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു 3 ദിവസം മുമ്പ് വരെ നമുക്ക് ആർക്കും അറിയുന്നുണ്ട്. MNMM അങ്ങനെ എന്തോ ആയിരുന്നു പേര്, ഫസ്റ്റ് ഒരു അൺഒഫീഷ്യൽ പേര് കൊടുത്തത്. സോ അതിന്റെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. സ്റ്റാർ കാസ്റ്റിംഗ് എല്ലാം ഏതായാലും നമുക്ക് അറിയുന്നുണ്ടായിരുന്നു ഇന്നൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ 3 ദിവസം മുമ്പ് ഭയങ്കര അപ്രതീക്ഷിതമായി സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ്, അതില് ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങി. ചർച്ചയാണ്, ഭയങ്കര ചർച്ച ചെയ്ത് എങ്ങനെ ലീക്കായി എന്നുള്ള അർത്ഥം. ഈ സിനിമയുടെ പേര് ലീക്കായി. അത് അൺഒഫീഷ്യലായിട്ട് ആരും അണിയറ പ്രവർത്തനമൊന്നും പുറത്തു വിടാതെ വേറെ ഏതോ എങ്ങനെയോ സംഭവം ലീക്കായതെന്ന് പറഞ്ഞാല് ശ്രീലങ്കൻ ടൂറിസത്തിന്റെ പേജിലാണ് ഇതിന്റെ ഒരു പേര് വെളിപ്പെടുത്തിയത്. ആ പേര് അങ്ങനെ വന്നത് പാട്രിയോട്ട് എന്നാണ് ഈ സിനിമയുടെ പേര്. ലാലേട്ടൻ ശ്രീലങ്കയിലേക്ക് കഴിഞ്ഞ ആഴ്ച മറ്റോ അഗെയിൻ ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട്, സിനിമയുടെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീലങ്കയിൽ ഓൾറെഡി ഷൂട്ട് നടക്കുന്നുണ്ടായി. അതിന്റെ ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ അഗെയിൻ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ പോയ സമയത്ത് അവർ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ ശ്രീലങ്കൻ എയർലൈൻസ് അവരൊരു സ്വാഗതം, ഒരു സ്വീകരണം കൊടുത്തു. പാർലമെന്റിൽ ഇപ്പൊ ഇന്ന് പാർലമെന്റിലൊക്കെ പോയിട്ടുണ്ട് ഒരു വിശിഷ്ടാതിഥിയായിട്ട്. അപ്പോ സൗത്ത് ഇന്ത്യയിലെ ഒരു മികച്ച ആക്ടർ ആൻഡ് ലെജൻഡറി ആക്ടർ മോഹൻലാൽ വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ, ഈ ഒരു പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഇട്ടത്. അപ്പൊ അതിന്റെ അടിയിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുള്ളത്: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെജൻഡറി ആക്ടറായ ശ്രീ മോഹൻലാൽ ഫിലിം ഷൂട്ടിന്റെ ഭാഗമായിട്ട് ശ്രീലങ്കയിൽ വന്നതിന്റെ ഭാഗമായിട്ട് ശ്രീലങ്കൻ എയർലൈൻസോ അങ്ങനെ ശ്രീലങ്കൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവരെ സ്വീകരിച്ചു. അപ്പോ ഇതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് മലയാളം മൂവിയായ പാട്രിയോട്ട് എന്നുള്ളത് അവര് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലെ പേര് കേട്ട റിവ്യൂവേഴ്സിനോ സിനിമാ നിരൂപകർക്കോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഇന്റർവ്യൂ താരങ്ങൾക്കോ ഒരു ഇന്റർവ്യൂവിൽ പോലും ഒരാളും വെളിപ്പെടുത്താത്തൊരു കാര്യം, ഒരു അങ്ങനത്തെ ഒരു സംഭവമേ പോയിട്ട്. ഇനി അതിന്റെ ഉള്ളിലെ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല. പക്ഷെ മലയാളത്തില്, കേരളത്തില് സിനിമാ മേഖലയിൽ ഈ ഒരു സംഭവം ലീക്ക് ആയിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. നമ്മൾ അറിയുന്നത് ശ്രീലങ്കൻ ടൂറിസം ഫേസ്ബുക്ക് പേജിന്റെ അവര് പുറത്തിറക്കിയ ഒരു പോസ്റ്റിലൂടെയാണ് ഇപ്പം കേരളത്തിലെ മൊത്തം ആരാധകര് മൊത്തം അറിഞ്ഞത് ഈ സിനിമയുടെ പേര് പാട്രിയോട്ട് എന്നാണ്. ശരിക്കും ഇതൊരു സങ്കടകരമായ വാർത്തയാണ്. ബിക്കോസ് നോക്കൂ, മോഹൻലാല്, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വൃക്ഷങ്ങൾ, അതായത് നമ്മുടെ ബിഗ് സ്റ്റാർസ്, ബിഗ് സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാളം സിനിമ, അവര് കുറെ വർഷങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്ന ഒരു സിനിമ. അത് തന്നെ മതി. ആ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ ഇതിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എജ്ജാതി ഹൈപ്പായിരുന്നു സിനിമക്ക് പോയത്. അതുമല്ല, മഹേഷ് നാരായണൻ സംവിധാനം, കൂടാതെ അവരെ കൂടാണ്ട് കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയ സ്റ്റാർ കാസ്റ്റ്. പിന്നെ ഇതിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ കയറി നിൽക്കും? ഇവരൊന്നുമില്ലെങ്കിൽ ലാലേട്ടൻ, മമ്മൂക്ക എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഹൈപ്പ് ഏത് രീതിയിലെത്തി? അപ്പൊ അത് അജ്ജാതി ഒരു പടം, അജാതി മാർക്കറ്റിംഗ് കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ റീച്ചിന്റെ അങ്ങേ അറ്റം അടിക്കാൻ ചാൻസ് ഉള്ള ഒരു പടത്തിന്റെ ഒരു ടൈറ്റിൽ ഇവർക്ക് രഹസ്യമായിട്ട് വെക്കാൻ പറ്റുന്നില്ല. അത് ആലോചിച്ച് നോക്ക്. നമ്മൾക്കൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറക്കി, അല്ലെ, ലാലേട്ടനും മമ്മൂക്കേന്റെ ഒക്കെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, അതൊരു ഗ്ലിംസ് ഒക്കെ, അല്ലെങ്കിൽ ടൈറ്റിൽ ടീസർ എന്നൊക്കെ പറഞ്ഞ് ഇറക്കേണ്ട സാധനമാണിത്. മനസ്സിലായില്ലേ? അജാതി മാസ് ഓറ സാധനത്തോടെ സോഷ്യൽ മീഡിയ കത്തിക്കണ്ട ഒരു ഐറ്റം നമ്മൾ കണ്ടത് ശ്രീലങ്കൻ എയർലൈൻസിന്റെയോ ശ്രീലങ്കൻ ടൂറിസത്തിന്റെയോ ഫേസ്ബുക്ക് പേജിൽ.
എജ്ജാതി സാധനമാണ്. ഇത്ര കെയർലെസ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് വേറൊരു ചോദ്യം. പക്ഷെ എന്നിരുന്നാലും ഇത് ഒരാളുടെ വായിന്നല്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെ വീഴില്ല. അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത് പാട്രിയോട്ട് സിനിമയാണ്, അത് ആരെങ്കിലും എങ്ങനെ ലീക്ക് ആയതാണ്? അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ രഹസ്യമായിട്ട് വെക്കേണ്ട ഒരു കാര്യം ലീക്കായി. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഇതിന്റെ പേര് മാറ്റുമോ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇനി പേര് മാറ്റുമോ? പേര് മാറ്റുന്ന എനിക്ക് തോന്നില്ല. ബിക്കോസ് അതിന്റെ കഥയും ഇതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ പേരിടുന്നത്. ഈ പേര് ആക്ച്വലി 2-3 മാസം മുമ്പേ ഇട്ടു എന്നാണ് അണിയറ പ്രവർത്തകർ ഇപ്പൊ പറയുന്നത്, ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആൾക്കാർ. എന്നിട്ട് അവരത് രഹസ്യമായിട്ട് വെച്ചു. എന്തിനു വെച്ചു എന്നല്ല ആർക്കും അറിയില്ല. അന്ന് തന്നെ ഒരു ടൈറ്റിൽ ടീസറോ അല്ലെങ്കിൽ പോസ്റ്ററോ എന്തെങ്കിലും ഇറക്കി വിട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞാൽ മതിയായിരുന്നു പാട്രിയോട്ട് ഇന്നതാണ് സിനിമേന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു ടൈറ്റിൽ ടീസർ ഇറക്കി വിടാം. അപ്പൊ നമുക്ക് ആ ഒരു സസ്പെൻസും അതേപോലെ നിൽക്കും, അതേപോലെ ആ ഒരു ത്രില്ലിംഗ് സംഭവം അതേപോലെ നിൽക്കും. ഇനിയിപ്പോ എന്ത് ടൈറ്റിൽ പോസ്റ്റർ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നാട്ടിലെയും പഞ്ചായത്തിലെയും ഈ കേരള നാട്ടിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. സിനിമാ പ്രേമികൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പാട്രിയോട്ടാണ് സിനിമയുടെ പേര്. ഇനി ഇവർക്ക് അത് കരുതിക്കൂട്ടി ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിന് കരുതിക്കൂട്ടി ചെയ്യേണ്ട ആവശ്യം? ഇത്രയും ഹൈപ്പ് കിട്ടാണ്, മാർക്കറ്റ് റീച്ച് കിട്ടാണ്. ലാലേട്ടൻ മമ്മൂക്കയിലൊരു പടത്തിന് ഇതിനപ്പുറം എന്താണ് റീച്ച് കിട്ടേണ്ടത്? ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴേ ലൊക്കേഷൻ സ്റ്റില്ല് വന്നപ്പോഴേ ഇതിന് റീച്ച് കിട്ടി എന്നുള്ളതാണ്. പാൻ ഇന്ത്യൻ റീച്ച് അതങ്ങനെ തന്നെ കിട്ടി. അതിന്റെ എത്രയോ ലൊക്കേഷൻ പോസ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. ലാലേട്ടനും മമ്മൂക്കയും ആ ഒരു കോസ്റ്റ്യൂമിലുള്ള ഒരു സംഭവം, അതിന്റെ വീഡിയോ അവർ വരുന്നത്, നയൻതാര ഉള്ളത്, കുഞ്ചാക്കോ ബോബൻ ഉള്ളത്, ഫഹദ് ഫാസിലിന്റെ ഒപ്പം ഉള്ളത്, ഇതൊക്കെ ഈ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടു. പക്ഷെ എഗെയിൻ ഞാൻ പറയുന്നു, ഈവൻ അതും, അതായത് ലാലേട്ടന്റെ മമ്മൂക്കേന്റെ ക്യാരക്ടറിലുള്ള ലുക്കിലുള്ള, അതായത് സിനിമയിൽ ഓഫ് സ്ക്രീൻ അല്ല ഓൺ സ്ക്രീൻ ലുക്കിലുള്ള ആ ഒരു ഗ്ലിംസും കാര്യങ്ങളും ഫോട്ടോയും ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് ന്യൂസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ മമ്മയ്ക്ക് ഒന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാനേ പാടില്ല. അതിന്റെ ഒരു രഹസ്യ സ്വഭാവം അങ്ങനെ തന്നെ അവർ സൂക്ഷിക്കണം എന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം. ബിക്കോസ് അതൊക്കെ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്താണ് ഒരു നമുക്കൊരു ത്രില്ലിംഗ് എന്താണുള്ളത്? ഇത്രയും വലിയ പട്ടം, ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ലാലേട്ടൻ മമ്മയ്ക്ക് ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് അത് അറിയുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു സുഖം. അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഗ്ലിംസ് ആയിട്ട് അവരായിട്ട് ഇറക്കി വിടുന്ന സമയത്ത് അതിൻ്റെ ഒരു ത്രില്ലിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാസ് ഓറ വേറെ തന്നെ. ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല വേറെ എല്ലാ റിപ്പോർട്ടർ ന്യൂസിലൊക്കെ പോയിട്ട് ചാനലുകാർ കയറിയെടുത്ത് അവരെ ഓൺ സ്ക്രീനിലുള്ള രൂപങ്ങൾ, ക്യാരക്ടറിൽ നിൽക്കുന്ന കുറെ ഫോട്ടോസും വീഡിയോസിലൊക്കെ ഇറക്കി വിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായി. അവസാനം ഇതിന്റെ ത്രില്ലിങ്ങും പോയി, എല്ലാവരും അറിഞ്ഞു. സ്റ്റാർസ് ഓക്കെ ഇന്നവരൊക്കെ ഉണ്ട് നമുക്കറിയാം. പക്ഷെ അതൊക്കെ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ രീതി ഒഫീഷ്യലായിട്ട് പുറത്തിടക്കി വിടേണ്ടത് അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു നമുക്കറിയില്ല. എന്തായാലും ഇതിപ്പോ ഇതുവരെ നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ മലയാളം സിനിമയിൽ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. ഇപ്പൊ കൂലി എന്ന് പറഞ്ഞ സിനിമ തമിഴിൽ ഇറങ്ങുന്നുണ്ട്. നമ്മൾ കൂലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ടും കൂലി എന്നാണ് പേര് എന്നുള്ളതും അതിൽ എത്ര സ്റ്റാർ കാസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത് എനിക്ക് തോന്നുന്നു അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്യുമ്പോഴാണ്. അല്ലെ, അവർ തന്നെ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കുന്നു, അവർ തന്നെ ടൈറ്റിൽ പോസ്റ്റർ ഇറക്കുന്നു, ടീസർ ഇറക്കുന്നു, ഇല്ലേ? പിന്നെ അതിന്റെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാം. പക്ഷെ ഒരു ക്യാരക്ടറുടെ ലുക്ക് എങ്ങനെയാണ്, അല്ലെ, അതിന്റെ ടൈറ്റിൽ എന്താണ്, സിനിമയുടെ പേരെന്താണെന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് ഇറക്കുമ്പോൾ ഒരു മാസം ഒരു ഓറ, അതിന്റെ ഒരു റീച്ച് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ റീച്ചാണ്. അപ്പൊ അതൊക്കെ ആ കൂലി എന്നുള്ള സിനിമ ഇപ്പോഴും, അല്ലെ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ മെല്ലെ ഇറക്കി വിട്ടു, മെല്ലെ ഇങ്ങനെ പുഷ് ചെയ്ത് അവസാനം രജനീകാന്തിന്റെ അവസാനം ടീസർ വരുന്നു, അതിന്റെ ക്യാരക്ടർ പോസ്റ്റർ വരുന്നു, പ്രൊമോ വരുന്നു, കാര്യങ്ങൾ വരുന്നു. ഇപ്പൊ എന്ന് പറയുന്ന കൂലി എന്ന് പറഞ്ഞ സിനിമ എത്ര ആൾക്കാരാണ്, രജനീകാന്ത്, നാഗാർജുന, പിന്നെ നമ്മുടെ കന്നഡയിലെ ആ ഒരു പേര് ഞാൻ മറന്നുപോയി, സൗബിനുണ്ട്, നമ്മുടെ അമീർ ഖാൻ വരുന്നു എന്ന് പറഞ്ഞു. അമീർ ഖാന്റെ ഇതുവരെ ലുക്ക് പോലും അതാണ് പറഞ്ഞത്, അമീർ ഖാന്റെ ലുക്ക് പോലും ഇതുവരെ ഒരാൾക്കും പിടിയില്ല എന്നാണ്. അത്ര ഹിഡൻ ആയിട്ട്, അത്രയും ആ രഹസ്യം അത് അവർ പുറത്ത് വിട്ടാൽ അവർക്ക് അറിയാം ഇത് ലീക്കായി പോലെ പോയി, പിന്നെ കഴിഞ്ഞ് ഇതിന്റെ ആ ഒരു സസ്പെൻസ് പോയില്ലേ. അതൊക്കെ അവർ ആ ഒരു ഒഫീഷ്യലായിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ അത് അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പടം എപ്പോൾ റിലീസ്, എപ്പം അതിന്റെ അപ്ഡേറ്റുകൾ വരുന്നുള്ളതാണ്. ഇനി പാട്രിയോട്ടിന്റെ സിനിമ പേര് മാറ്റോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇല്ലെങ്കിലും പടം കയറി കൊളുത്തിയാൽ മതി, അത്രയേ ഉള്ളൂ. ലാലേട്ടനും മമ്മൂക്കി ഒന്നിക്കുന്നു എന്നുള്ള വലിയൊരു സംഭവം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂടെ ഫഹദ് ഫാസിൽ ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ട് എന്നെല്ലാം പറയുന്ന സമയത്ത്, നയൻതാര ഉണ്ട് എന്നെല്ലാം പറയുന്ന സമയത്ത് നമുക്ക് ആൻഡ് ഒബ്വിയസ്ലി മഹേഷ് നാരായണന്റെ ചിത്രം പാട്രിയോട്ട് എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നല്ല, ഒരു പോലീസ് അങ്ങനെയാണോ, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി തിളക്കുന്ന ഒരു മാഫിയ സംഘമാണോ, ഒരു പോലീസാണോ, ഇൻസ്പെക്ടറും റോ ഏജന്റ് ആണോ, അങ്ങനെ ഇപ്പൊ ടൈഗർ സിന്ധാഹ എന്നെല്ലാം പോലെ അങ്ങനത്തെ ബോളിവുഡിൽ ഇറങ്ങിയിട്ടില്ലേ, വാറ് പോലെ അങ്ങനത്തെ ഒരു സംഭവങ്ങളാണോ ഒന്നും അറിയില്ല. പക്ഷെ കുറെ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഗംഭീരമായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. എന്തായാലും
കേരളത്തില് ബോക്സ് ഓഫീസിൽ കത്തിക്കാൻ പോകുന്ന ഐറ്റം തന്നെയാണ്. ഇനിയുള്ള സംഭവങ്ങളെങ്കിലും പെട്ടെന്ന് ഇറക്കി വിട്. നിങ്ങളെ കൈമ ഓൾറെഡി ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇറക്കി വിട്, ഒന്ന് കേറട്ടെ അങ്ങോട്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതിന്റെ ക്യാരക്ടർ പോസ്റ്ററൊക്കെ വരും, എന്തായാലും വരും, അത് ഉറപ്പാണ്. പക്ഷെ അത് വരുമ്പോൾ ആ ഓർ എന്തായാലും ഉണ്ടാവും, നിലനിർത്തിക്കൊണ്ട് പോവുക. ഇനിയെങ്കിലും ഒന്ന് ലീക്ക് ആവാതെ നോക്ക്, അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും പടത്തിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് അത് വേറും, അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ഇത്ര പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞു. ഏതായാലും കട്ട വെയിറ്റിംഗ് ആണ്. പാട്രിയോട്ടിന് വേണ്ടി, നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കും വേണ്ടി അവർ ഒന്നിക്കുമ്പോഴുള്ള ആ ഓറ മാസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. സോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്, കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.